ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയും ഇച്ചിരി ചെറുപയറും കൊണ്ട് നല്ല കിടിലം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ അരിപ്പൊടിയും ചെറുപയറും കൊണ്ടുള്ള ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് നല്ല ടേസ്റ്റിൽ എളുപ്പത്തിലായിട്ട് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. ഇനി ഞാനിതാ 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച ചെറുപയറാണ് കേട്ടോ. ഏകദേശം ഒരു 6 സ്പൂണ് ചെറുപയറുണ്ടാകും. ഒരു തവിയാണെങ്കിൽ ഒരു തവിയൊക്കെ മതി കേട്ടോ. അങ്ങനെ കുതിർത്തിയെടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എളുപ്പമായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തലേന്ന് രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെയും പ്രശ്നമല്ല കേട്ടോ. ഞാൻ ഈ മാവ് വെറും 2 മണിക്കൂർ മാത്രമായിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ച് വെക്കുന്നതുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2.5 തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ തവിയാണ്. വലുതാണെങ്കിൽ 2 തവി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി വന്ന ചോറാണ് നിങ്ങളെ കയ്യിൽ ഏതാ ചോറുള്ള അതിൽ നിന്ന് 2.5 തവി കേട്ടോ വേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തവി കേട്ടോ സ്പൂണ് പോലത്തെ തവിയാണ്. വലുതാണെങ്കിൽ അളവിൽ ചോറിൻ്റെ അളവ് കുറക്കണേ. തേങ്ങ കണ്ടില്ലേ, അതും ഞാൻ 2 തവിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശായിട്ട് ഇങ്ങനെ പൊടി ഫുള്ള് നനയാനുള്ള രീതിയിൽ നമ്മൾ കുറച്ചൊരു മാവ് അധികം അങ്ങോട്ട് ലൂസാവാനും പറ്റില്ല, അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല. ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് കറക്റ്റിൽ വെള്ളം ഏകദേശം 2.5 ഗ്ലാസ് ഒരു വെള്ളം ഞാൻ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരിപ്പൊടിക്ക് ഏകദേശം ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുകയാണെങ്കിൽ ഇതുപോലെ അരിപ്പൊടി ചെറുപയറൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് വെക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ ഒരു അളവ് കണ്ടില്ല, മാവിൻ്റെ അധികം അങ്ങോട്ട് ലൂസായില്ല. ഈ ഒരു കണക്കിലാണ് കിട്ടേണ്ടത്. നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ലേ. നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണോണ്ടോ. തലേന്ന് രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ 2 മണിക്കൂർ മാത്രമായിട്ട് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ അരച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി 2-3 മിനിറ്റ് നമ്മളിതാ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണേ. ഈ ഒരു മാവ് കറക്റ്റായിട്ട് വെള്ളമൊക്കെ കണ്ടില്ലേ ഈ ഒരു അളവിൽ തന്നെ ആവണം കേട്ടോ. അപ്പോൾ മാവൊക്കെ പൊങ്ങാനൊക്കെ നമുക്ക് സാധ്യതയുള്ള. അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഏതായാലും പ്രശ്നമല്ലേ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ബബിൾസ് ഇങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂടി വെക്കേണ്ടത്. നമ്മളെ ഈ ഒരു അപ്പം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ഒരു ചെറുപയറിൻ്റെ ടേസ്റ്റൊക്കെ ഇതിന് അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഈ ഒരു ഓയിലോ ഏതായാലും പ്രശ്നമില്ല കേട്ടോ. 1-2 തുള്ളി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റാണ് കേട്ടോ. വൈകുന്നേരം വരെ വെച്ചാൽ ആ സോഫ്റ്റ് നമുക്ക് നഷ്ടപ്പെടൂലേ. പച്ചരി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് മുന്നൊരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചരിയൊക്കെ വെച്ചിട്ട്. കുറേ ആൾക്കാർ ഉണ്ടാക്കി നോക്കിയാണ്, അടിപൊളി ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം
ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു ബബിൾസൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. കുറച്ച് ഓയിൽ ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ലേ. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു അപ്പം കറീൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റുക. അങ്ങനെ അത് നമ്മളെ ഈ ഒരു റെസിപ്പി റെഡി ആയി. നിങ്ങൾക്ക് മറിച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഒരു നെരിച്ചിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടും ഇങ്ങനെ മറിച്ചിട്ടായിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മളപ്പൊക്കെ നന്നായിട്ട് വന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടീനെ. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.